എന്താടോ അതെന്താ തനിക്ക് ഒഴിക്കാത്ത? അയ്യോ സൂര്യ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കിത്ര ശീലങ്ങളൊന്നുമില്ല. ഞാൻ കമ്പനി തരാം. എനിക്കിതാ ഈ പച്ചവെള്ളം മാത്രം മതി. താൻ വലിയ ത്രില്ലിലൊക്കെ ആയിരുന്നല്ലോ, പെട്ടെന്നെന്താ തീരുമാനം മാറ്റിയത്? സൂര്യ, സത്യമായിട്ട് ഞാൻ മദ്യപിക്കില്ല. എനിക്ക് അതിൽ യാതൊരു താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക രഞ്ജിത്ത് സർ. താനിവിടെ നിൽക്കായിരുന്നല്ലേ? അതുകൊണ്ടാ രഞ്ജിത്ത് കഴിക്കാത്തത്. ഏയ് സൂര്യ, താൻ എന്തായി പറയുന്നേ? ഈ മദ്യം കൊണ്ടുവന്ന ആരാ? അത് പറ. ആരാന്ന്? മദ്യം കൊണ്ടുവന്നത് ഞാനാ. താൻ പരിപൂർണമായിട്ട് മദ്യം നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ കഴിക്കുന്നു ചോദിച്ചപ്പോ താൻ റെഡിയാവുകയും ചെയ്തു. രഞ്ജിത വെറുതെ കളിക്കില്ലേ? എടോ, നമ്മള് ഈ നേരം വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് മദ്യപാനത്തെ കുറിച്ചല്ലേ? തന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം താൻ കഴിക്കുമെന്ന്. മൈ ഗോഡ്, അല്ല സൂര്യ, മദ്യപാനത്തെ കുറിച്ച് ഒരാൾ സംസാരിച്ചാ മദ്യം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ കേട്ടിരിക്കുന്നത് താൻ ഫുൾ ടൈം ആൽക്കഹോളിക് ആണെന്നാണ്. അങ്ങനെയുള്ള ഒരാളോട് ഈ മാറ്റർ അല്ലാതെ പിന്നെ വേറെ എന്താ സംസാരിക്കാനുള്ളത്? നന്ദിനി, ഇവൻ കാണിക്കുന്ന റോങ്ങാ. സത്യമായിട്ടും തനിക്ക് പകരം രാജുവേട്ടനാണ് കയറി വന്നിരുന്നെങ്കിൽ ഇവൻ 2 ഗ്ലാസ്സിലും മദ്യം ഒഴിക്കുമായിരുന്നു. ഇവൻ കഴിക്കും. തന്നെ കണ്ടുകൊണ്ട് മാത്രാ ഇവൻ തീരുമാനം മാറ്റിയത്. അയ്യോ സൂര്യ, ഞാൻ മദ്യപിക്കുമെങ്കിൽ അത് പറയുന്നുണ്ട് എനിക്കെന്താ? ഞാൻ സ്റ്റേറ്റ്സിൽ ജനിച്ചു വളർന്നവനാ. അവിടെ താമസിക്കുന്നവരാരും ഞാൻ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് കാണില്ല. പിന്നെ ഇതിന് ഞാനത് മറച്ചു വയ്ക്കണം? എനിക്കെന്തോ കുഞ്ഞു പ്രായം മുതൽ ഇതിന്റെ മണം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതിന്റെ ലഹരിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതാരെ വിശ്വസിപ്പിക്കാനാ ഈ പാടുപെടുന്നത്? സാറിന് മദ്യപിക്കാൻ തോന്നിയെങ്കിൽ അത് പറഞ്ഞാ മതി. അതിന് രഞ്ജിത്ത് സാറിനെ കുറ്റം പറയണ്ട. നന്ദിനി, താൻ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. എനിക്കിനി മനസ്സിലാക്കാൻ ഒന്നുമില്ല സാർ. സാറിൽ നിന്നും വീണ്ടും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അക്കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എടോ, ഞാൻ പറയുന്നത് തനിക്കിപ്പോ മനസ്സിലാവില്ല. പക്ഷെ നന്ദിനി, ഇത് എന്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇതിവൻ എനിക്ക് തന്നൊരു തെളിവാ. ഓക്കെ രഞ്ജിത്ത്, നമുക്ക് വീണ്ടും കാണാം. കാണും നമ്മൾ തമ്മില്. എന്തായി? എന്നോട് ക്ഷമിക്കണം നന്ദിനി. രഞ്ജിത്ത് സാറിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യ. കയ്യിലിരുന്നൊരു മദ്യക്കുപ്പി സൂര്യസാറിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പക്ഷെ അപകടകരമായ ഒരു ശീലത്തിൽ നിന്നും സൂര്യസാറിനെ മാറ്റിയെടുക്കാൻ ഞാനും സൂര്യസാറിന്റെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ ശീലം സൂര്യസാറിനില്ല. സൂര്യസാറിനോട് സംസാരിക്കുമ്പോൾ മദ്യത്തിനെ കുറിച്ച് പറയരുത്. സൂര്യസാർ കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. എന്റെ ഒരു അപേക്ഷയാ. ഓക്കെ നന്ദിനി. സത്യത്തിൽ ഞാനിതൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണം സർ. സൂര്യസാർ മദ്യം തൊട്ടാൽ അതിന്റെ പേരിൽ വേദനിക്കുന്ന 1-2 പേര് ഈ വീടിനകത്തുണ്ട്. ഒരുപാട് കാലത്തെ പ്രാർത്ഥനയാ സർ. വഴക്കിട്ടും ചീത്ത കേട്ടും ബഹളം വെച്ചും നിസാര കാര്യങ്ങളൊന്നും അല്ല അതിനുവേണ്ടി ചെയ്തത്. അത് തകർക്കല്ലേ സർ? അയ്യോ നന്ദിനി, നന്ദിനി ശരിയാക്കിത്തരാം.
അങ്കിള് കഴിച്ച ആപ്പിളിന്റെ ടെസ്റ്റ് റിസൾട്ട് എന്നാ വരുന്നേ? കൃത്യമായിട്ട് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാന്നാ പറഞ്ഞേ. ആ റിസൾട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധപൂർവം അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമാണല്ലോ. അത് കാണിച്ച് മമ്മി ഒരു പരാതി കൊടുക്കണം. അതിന് കാരണക്കാരിയായ നന്ദിനിയുടെ പേര് എടുത്തു പറഞ്ഞു തന്നെ കൊടുക്കണം പരാതി. അവര് വന്ന് അവളെ പിടിച്ചോണ്ട് പോട്ടെ മമ്മി. ഇത്രയും കാലം നമ്മൾ ശ്രമിച്ചിട്ടും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലല്ലോ.